ബി.ജെ.പി. അധികാരത്തിൽ വന്ന തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ ഇന്ത്യ മുന്നണി സഖ്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വീതിച്ചെടുത്ത് LDFും UDFും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഈ മാസം 9-നാണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ അവിടെ ആദ്യമായി ബി.ജെ.പി. അധികാരത്തിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് LDFും UDFും ഇന്ത്യ മുന്നണിയായി അവർ സ്ഥാനങ്ങൾ വീതിച്ചെടുക്കാൻ വേണ്ടി ഒന്നിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ജിജീഷ്. വിനോദ്, ഇവിടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇതുവരെ രഹസ്യമാക്കി വെച്ചിരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പരസ്യമാക്കാൻ മടിച്ചിരുന്ന ആ ഇന്ത്യ മുന്നണി സഖ്യം ആദ്യമായി തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ ഇന്ന് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ LDF UDF നേതാക്കൾ, CPM കോൺഗ്രസ് നേതാക്കൾ യാതൊരു മറയുമില്ലാതെ പരസ്യമായി തന്നെ ചർച്ചകൾ നടത്തി. പല ഭാഗങ്ങളിൽ വെച്ച് ഇരു പാർട്ടി ഓഫീസുകളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും എല്ലാം തന്നെ ആലോചനാ യോഗങ്ങൾ നിരവധി നടത്തി. അങ്ങനെ ഈ ആലോചനാ യോഗങ്ങൾക്ക് ശേഷം പരസ്പരമുള്ള ധാരണകൾക്ക് ശേഷം അങ്ങനെ ഇന്ത്യ മുന്നണി തൃപ്പൂണിത്തുറയിൽ ആദ്യമായി അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, ആകെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ 5 എണ്ണം വീതിച്ചെടുക്കുന്ന നിലയിലേക്ക് 3 എണ്ണം LDFന്, കൂടുതൽ സീറ്റുള്ള LDFന് 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, അതിൽ താഴെയുള്ള UDFന് 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ എന്ന നിലയിലേക്ക് വീതം വെച്ചെടുക്കുന്ന ഘട്ടത്തിലേക്ക് ഇന്ത്യ മുന്നണി പരസ്യമായി പോവുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരുന്നു നേരത്തെ ചെയർമാൻ തെരഞ്ഞെടുപ്പിലടക്കം ഇന്ത്യ മുന്നണി സഖ്യം പരസ്യമായി പുറത്തേക്ക് വരാതിരുന്നത് എങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ അത്തരം മറകളൊന്നും തന്നെ ഈ ഇരു മുന്നണികൾക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ത്യ മുന്നണി സഖ്യം ആദ്യമായി തൃപ്പൂണിത്തുറയിൽ പരസ്യമായ ഒരു രഹസ്യമായി മാറിയിരിക്കുന്നു എന്നതാണ് ഇത് തെളിയിക്കുന്നത്. ഇവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ UDFനും LDFനും ഈ ഒരു വീതം വെപ്പ് നടന്നിരിക്കുന്നു. LDF 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ LDF വികസനകാര്യവും ക്ഷേമകാര്യവും വിദ്യാഭ്യാസ കാര്യവും ചോദിച്ചു വാങ്ങിയപ്പോൾ UDF പൊതുമരാമത്തും ആരോഗ്യവും വീതം വെപ്പിൽ തങ്ങളുടേതാക്കി മാറ്റിയിരിക്കുന്നു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. ഇന്നലെ മുതൽ തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായിരിക്കും തൃപ്പൂണിത്തുറയിൽ സംഭവിക്കാൻ പോകുന്നത്. ഇന്ത്യ മുന്നണി യാഥാർത്ഥ്യമാകുമോ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് കാണുന്ന കൂട്ടുകച്ചവടം പരസ്യമായി കേരളത്തിലും നടപ്പിലാക്കാൻ ഇവർ തയ്യാറാകുമോ, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ നിൽക്കെ അത്തരമൊരു നീക്കത്തിന് ഇവർ തയ്യാറാകുമോ എന്ന സംശയത്തിലായിരുന്നു എല്ലാവരും. എങ്കിൽ ആ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയത് എങ്കിൽ അങ്ങനെയല്ല, അതിൽ യാതൊരു മടിയുമില്ല എന്ന് പരസ്യമാക്കി തന്നെ ഈ ഒരു സഖ്യം വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, വീതം വെപ്പ് സംബന്ധിച്ച് ഏതെല്ലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഓരോരുത്തർക്കും വേണം എന്നത് സംബന്ധിച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു മുന്നണിയിൽ എന്ന പോലെ കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്തു, കൂടിയിരുന്ന് ആലോചിച്ച് ചർച്ചകൾ നടത്തി. 2 മുന്നണികളുടെയും LDFിൻ്റെയും UDFിൻ്റെയും പ്രാദേശിക നേതാക്കൾ തന്നെ ഈ ഒരു ചർച്ചകൾക്കെല്ലാം തന്നെ നേതൃത്വം വഹിച്ചു. ഒരു ഘട്ടത്തിലും അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല എന്ന് 2 മുന്നണികളും പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ ആകാംക്ഷയിൽ ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. എന്തായിരിക്കും ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നത് സംബന്ധിച്ച് ഒടുവിൽ അങ്ങനെയുള്ള ആ സഖ്യം യാഥാർത്ഥ്യം ആകുന്നു. കേരളത്തിലും ഇന്ത്യ മുന്നണി BJPക്കെതിരെ ഏത് തരത്തിലും കൂട്ടുകൂടാൻ ഇവർ തയ്യാറാണ് എന്നതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമായി കൂടി ഒരു തൃപ്പൂണിത്തുറ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പും അതിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് മാറുകയാണ്. ഭൂരിപക്ഷം അംഗങ്ങളെയും ഈ കമ്മിറ്റികളിലേക്കെല്ലാം തന്നെ എത്തിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വരുന്ന 9-ാം തീയതി നടക്കുന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ അവരുടെ താല്പര്യപ്രകാരം തന്നെ 2 മുന്നണികളുടെയും ആളുകൾ ചെയർമാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു നില തന്നെയാണ് ഉള്ളത്. വലിയ ഒരു പ്രതിഷേധം തൃപ്പൂണിത്തുറയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അടക്കം ഒരു വലിയ പ്രതിഷേധം തന്നെയാണ് ഇക്കാര്യത്തിലുള്ളത്. ഇങ്ങനെയുള്ള ഒരു കൂട്ട് കച്ചവടമല്ല തങ്ങൾ ഈ ഒരു ജനവിധിയിലൂടെ മുന്നോട്ട് വെച്ചത്. എന്നാൽ ആ ജനവിധിയെ അട്ടിമറിക്കുന്ന തരത്തിലാണ് ഇടത് വലത് മുന്നണികൾ പ്രവർത്തിക്കുന്നത് എന്ന കാര്യമാണ് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. വ്യക്തമാണ്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലാണ് ഇന്ത്യ മുന്നണി BJPക്കെതിരെ രംഗത്ത് വരുന്നത്. 9-ാം തീയതി നടക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ LDFും UDFും സംയുക്തമായി വീതം വെച്ചെടുക്കുകയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങൾ. 3 സ്ഥാനങ്ങൾ LDFും 2 എണ്ണം UDFിനും വിജയിക്കാൻ പറ്റുന്ന തരത്തിൽ അവർ ഇന്ത്യ സഖ്യം അവിടെ രൂപപ്പെടുത്തുന്നു. BJPക്കെതിരെയാണ് കേരളത്തിലും LDFും UDFും ഒന്നിക്കുന്നത്. അത് ആദ്യമായി തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി നടപ്പാകാൻ പോവുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.